ദീർഘദൂര യാത്ര കഴിഞ്ഞ് വളരെ വൈകി രാത്രി സമയം വീട്ടിലെത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞെട്ടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം നിങ്ങൾ കേട്ടിരിക്കണം. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐ യത്റുഖർ റജുലു അഹ്ലഹു ലൈലൻ. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, രാത്രി സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെത്തി കതകിൽ മുട്ടരുത്. ഭാര്യമാരെ പേടിപ്പിക്കാനോ ഒരു സർപ്രൈസ് കൊടുക്കാനോ ഇന്ന് ആളുകൾ ചെയ്യുന്ന ഒരു രീതിയാണത്. പ്രത്യേകിച്ച് പ്രവാസികൾ വർഷങ്ങളായി വിദേശത്ത് കഴിഞ്ഞ് ഒരു ദിവസം അപ്രതീക്ഷിതമായി വീട്ടിൽ വന്ന് മുട്ടുക, ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനൊരു വിലക്ക് ഏർപ്പെടുത്തിയതിൽ പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, മാനസികമായും ശാരീരികമായും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിക്കാൻ ഭാര്യയ്ക്ക് സമയം ലഭിക്കാതെ പോകുന്നു എന്നതാണ്. രണ്ടാമത്തെ കാരണം, താൻ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീടിൻ്റെ പരിസരത്തോ മറ്റോ ഏതെങ്കിലും ഒരു അപരിചിതൻ കടന്നു പോയത് കണ്ടാൽ തൻ്റെ ഭാര്യയെ സംശയിക്കാതിരിക്കാനും കൂടിയാണ്. ചിലരൊക്കെ തൻ്റെ ഭാര്യയുടെ വിശ്വസ്തത പരീക്ഷിച്ചറിയാൻ അവൾ തന്നെ ചതിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ചില ആളുകൾ പാതിരാ സമയത്ത് വീട്ടിലേക്ക് കടന്നു വരാറുണ്ട്. അതൊരിക്കലും പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ ദൂതർ പറയുന്നുണ്ട്. പ്രവാചകൻ്റെ ഈ കൽപ്പന മാനിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തിയാൽ ഒരിക്കലും വീട്ടിലേക്ക് രാത്രി സമയം കടന്നു ചെല്ലാറില്ല. അദ്ദേഹം പള്ളിയിലോ മറ്റോ തങ്ങുകയും ഏതെങ്കിലും ഒരു കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് അലി ഉടനെ എത്തും എന്ന് ആദ്യം തന്നെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് മാത്രമേ അദ്ദേഹം കടന്നു ചെല്ലാറുണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. കുടുംബകലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇത്തരം പ്രവാചകാധ്യാപനങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒരല്പസമയം ഫോൺ എൻഗേജഡായി കണ്ടാൽ അല്ലെങ്കിൽ ബിസി ടോൺ കേട്ടാൽ സംശയിക്കുകയും അങ്ങനെ കുടുംബകലഹം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ അധ്യാപനം നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കുക. ഇത്തരം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.